നമസ്തേ, ഞാൻ അമ്പിളി ഗോപകുമാർ. ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ കണ്ടൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു പെൺകുട്ടിയുടെ പ്രഥമ ആർത്തവും അതിൻ്റെ ഫലങ്ങളും. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറയുന്നത്. പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ തിരണ്ട് കല്യാണം എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അതായത് ഒരു പെൺകുട്ടി ആദ്യമായി ഋതുമതിയാകുമ്പോൾ നടത്തുന്ന ചടങ്ങുകളാണ് തിരണ്ട് കല്യാണം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് സർവ്വവിജ്ഞാനകോശത്തിലൊക്കെ പറയുന്നുണ്ട്. അതായത് ഋതുമതിയായ സ്ത്രീകളെ അല്ലെങ്കിൽ ഋതുമതിയായ പെൺകുട്ടിയെ സാമൂഹികമായിട്ട്, അതായത് മറ്റുള്ളവരുമായി സമ്പർക്കം ഉണ്ടാകാതെ ഒരു മുറിയിലിരുത്തി ചില സാമൂഹിക വ്യവസ്ഥകളും ആചാരങ്ങളും ഒക്കെ ചെയ്തിരുന്നതായി നമ്മളുടെ ഈ സർവ്വവിജ്ഞാനകോശത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഋതുമതിയാകുന്ന കുട്ടിയെ ഒരു മുറിയിലിരുത്തി അതിന് വേണ്ടുന്ന പരിചരണങ്ങളും ആചാരങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അതായത് ഈ പെൺകുട്ടിക്ക് ആ സമയങ്ങളിൽ നമ്മൾ പച്ചമുട്ട, എള്ളെണ്ണ ഒഴിച്ച് പച്ചമുട്ട കൊടുക്കുക, ചക്കരച്ചോറ് വെച്ച് കൊടുക്കുക, മധുരപലഹാരങ്ങൾ വെച്ച് കൊടുക്കുക, ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. 7 ദിവസം കഴിഞ്ഞ് കുളിയും ശുദ്ധിയൊക്കെ വരുത്തി പെൺകുട്ടിക്ക് പുതിയ വസ്ത്രങ്ങളും ഒക്കെ ധരിക്കുന്നതോടെ പെൺകുട്ടി ശുദ്ധയാകുന്നു എന്ന സങ്കല്പം. അതിനുശേഷം നമ്മൾ വിളിച്ചു വരുത്തിയ ബന്ധുമിത്രാദികൾക്കൊക്കെ സദ്യയൊക്കെ നടത്തി ആഘോഷങ്ങളുമൊക്കെ നടത്തി ഈ വരുന്ന ബന്ധുമിത്രാദികൾ കുട്ടിക്ക് പുതിയ വസ്ത്രങ്ങൾ, സ്വർണങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവയൊക്കെ കൊടുത്ത് കുട്ടിയെ അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇതാണ് തിരണ്ട് കല്യാണം. ഇത് പണ്ട് സാർവത്രികമായി നിലനിന്ന ഒരു സമ്പ്രദായമാണ്. ഇന്ന് ഇത് വളരെ കുറഞ്ഞ് വളരെ പെട്ടുവീഴ്ച ഇപ്പം പലയിടത്തും നടക്കുന്നുള്ളൂ എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ പ്രഥമ ആർത്തവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ജീവിതത്തിൽ വരാവുന്ന ഗുണദോഷങ്ങളെക്കുറിച്ച് ജ്യോതിഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് പെൺകുട്ടി പ്രഥമ ആർത്തവം വരുന്ന സമയം, ദിവസം, തിഥി, ഏത് രാശിയിലാണ്, ഇതിനെയൊക്കെ ആസ്പദമാക്കിയാണ് ഇതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് പറയുന്നതും അതിൻ്റെ പരിഹാരങ്ങളെ പറയുന്നതും. അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒരു പെൺകുട്ടി ആദ്യം ഋതുവാകുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രഥമ ആർത്തവുമായി ബന്ധപ്പെട്ട് അതിന് അനുഭവത്തിൽ വരാവുന്ന ഗുണദോഷങ്ങളെക്കുറിച്ച് ജ്യോതിഷത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് തീർത്തും ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർക്കുള്ള ഒരു എപ്പിസോഡാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത്. കാരണം ഈ പ്രക്രിയയോടുകൂടി ഈ ജന്മം കൊടുക്കുന്നവർ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് കാരണഭൂതരാകുന്നു എന്നുള്ളത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി അതിന് യോഗ്യയാണെന്നറിയുമ്പോൾ അവളെ അംഗീകരിക്കുകയും ആശീർവദിക്കുകയും അവളുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടുന്ന ഭക്ഷണ രീതികൾ അവലംബിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഈ തിരണ്ട് കല്യാണം എന്ന ചടങ്ങിൽ കൂടി നടത്തപ്പെടുന്നത്. സ്ത്രീജന്മം പുണ്യജന്മം തന്നെയാണ്. മാതൃത്വം എന്നുള്ളത് പകരം വയ്ക്കാനാവാത്ത ഒരു അനുഭവമാണ്, അനുഭൂതിയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ വിവിധ ആഴ്ച ദിവസങ്ങളിൽ ഋതുവായാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി വിവിധ ആഴ്ചകളിൽ ഋതുവായാലുള്ള ഫലങ്ങളും അവയുടെ ദോഷപരിഹാരങ്ങളുമാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ഞായറാഴ്ച ദിവസമാണ് ആദ്യമായി ഋതുവായാൽ വ്യാധി, വൈധവ്യം. തിങ്കൾ ഭർത്താവിൽ അനുരാഗം, പാതിവൃത്യം. ചൊവ്വ ദുഃഖം, ദുർനടത്തം. ബുധൻ ഭാഗ്യം, സ്ത്രീ സന്താന ലബ്ധി. വ്യാഴം ധനവർദ്ധന. വെള്ളി സൗഭാഗ്യം, ഭർതൃസ്നേഹം. ശനിയാണെങ്കിൽ വിനാശം, മനോദുരിതം. ഇതാണ് ആഴ്ച ദിവസങ്ങളിൽ ആദ്യമായ ഋതുവായാലുള്ള ഫലങ്ങൾ. ഇനി ഇവയുടെ ദോഷപരിഹാരങ്ങൾ എന്താണ്? ഇതിൽ ദോഷപ്രദമായ ആഴ്ചകളിൽ, അതായത് ഞായറാഴ്ച, ശനി, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ആദ്യമായി ഋതുവായാൽ ആ ആഴ്ചയുടെ അധിപനെയാണ് പൂജിക്കേണ്ടത്. അതായത് ഞായറാണെങ്കിൽ ആദിത്യനെയും, ചൊവ്വയ്ക്ക് കുജനെയും, ശനിക്ക് ശനീശ്വരനെയും. ഇനി അതല്ലാതെ തന്നെ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ദേവതാ സങ്കല്പത്തെയും നമുക്ക് പൂജിക്കാവുന്നതാണ്. ഞായറാഴ്ചയാണെങ്കിൽ ശിവക്ഷേത്രത്തിലും, ചൊവ്വാഴ്ചയായാൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും, അതുപോലെ തന്നെ ശനിയാഴ്ചയായാൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലും ദർശനം നടത്തി അഭിഷേക രീതിയിലുള്ള വഴിപാടുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അഭിഷേക രീതിയിലുള്ള വഴിപാടുകൾ എന്ന് പറയുമ്പോൾ മുൻപറഞ്ഞ ഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ ദേവതാ സങ്കല്പത്തെയോ കലശത്തിൽ ആവാഹിച്ച്
മന്ത്രപൂരിതമാക്കി പെൺകുട്ടിയെ അഭിഷേകം ചെയ്യുന്നതാണ് ഈ അഭിഷേക രീതി എന്ന് പറഞ്ഞത്. അത് ആർത്തവ ദർശനത്തിന് ശേഷം 7 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി വിവിധ നക്ഷത്രങ്ങളിൽ ഋതുവായാലുള്ള ഫലങ്ങളും ദോഷപരിഹാരങ്ങളും, അതായത് പെൺകുട്ടി ആദ്യമായി ഋതുവാകുന്ന ദിവസത്തെ നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അശ്വതിയാണെങ്കിൽ വൈധവ്യം, ഭരണിയാണെങ്കിൽ സ്ത്രീ സന്താനലബ്ധി, കാർത്തിക പുത്രനാശം, ദാരിദ്ര്യം, രോഹിണി സുഖഭോഗങ്ങൾ, മകയിരം പുത്രലബ്ധി അല്ലെങ്കിൽ ലാഭം, തിരുവാതിര വ്യാധി ദുഃഖം, പുണർദം ഭർതൃഹീനത വ്യഭിചാരം, പൂയം രാജപത്നിത്വം, ആയില്യം പുത്രനാശം വൈധവ്യം, മകം പുത്രവർദ്ധന, പൂരം ഭാഗ്യവൃദ്ധി, ഉത്രം രോഗപീഠ, അത്തം സുഖം അർദ്ധലാഭം, ചിത്തിര സൗഖ്യം, ചോതി ഹൃദയരോഗം, വിശാഖം ധനനാശം, അനിഴം ഭോഗസുഖം, തൃക്കേട്ട വ്യഭിചാരം, മൂലം വൈധവ്യം, പൂരാടം സ്ത്രീത്വം, ഉത്രാടം സുഖം, തിരുവോണം ആഭിജാത്യം, അവിട്ടം ഭോഗസുഖം, ചതയം ദാരിദ്ര്യം, പൂരുരുട്ടാതി വ്യാധി, ഉത്രിട്ടാതി സുഖഭോഗം, രേവതി സൗഖ്യം. ഇതാണ് വിവിധ നക്ഷത്രങ്ങളിൽ പ്രഥമ ആർത്തവം സംഭവിച്ചാലുള്ള ഗുണദോഷങ്ങൾ. ഇതിൻ്റെ നക്ഷത്ര ദോഷശാന്തിക്കായിട്ട് നക്ഷത്രാധിപനായ ദേവതയെ കലശത്തിൽ ആവാഹിച്ച് അതുകൊണ്ട് കുട്ടിയെ അഭിഷേകം ചെയ്യിക്കുക. നക്ഷത്രാധിപനായ ഗ്രഹത്തെ പൂജിക്കുക എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് കാർത്തിക നാളിൽ ഋതുവായ ഒരു പെൺകുട്ടിയാണെങ്കിൽ ദോഷശാന്തിക്ക് നക്ഷത്രാധിപനായ അഗ്നിയെ കലശത്തിൽ ആവാഹിച്ച് പെൺകുട്ടിയെ അഭിഷേകം ചെയ്യുകയും നക്ഷത്രാധിപനായ ആദിത്യനെ പൂജിക്കുകയും, അതായത് സൂര്യനെ പൂജിക്കുക. ആദിത്യൻ്റെ ദേവത ഞാൻ ആദ്യമേ പറഞ്ഞു ശിവനാണെന്ന്. അപ്പോൾ ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തി അഭിഷേകം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായ കാര്യങ്ങളാണ്. ഇനി വിവിധ തിഥികളിൽ ഋതുവായാലുള്ള ഫലങ്ങളും അവയുടെ ദോഷപരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രഥമ അല്ലെങ്കിൽ ദ്വിതീയ, ഇത് രണ്ടിലായാലും സപുത്ര ലാഭമാണ്. തൃതീയ സുഖം, ചതുർത്ഥി വ്യഭിചാരം, പഞ്ചമി പുത്രലാഭം, ഷഷ്ടി പുത്രനാശം, സപ്തമി അല്പസന്താനലബ്ധി, അഷ്ടമി വ്യാധി, നവമി ദുർഭഗത്വം, ദശമി സുഖഭോഗം, ഏകാദശി പുത്രവതി, ദ്വാദശി വൈധവ്യം, ത്രയോദശി ഭർതൃപ്രിയത്വം, ചതുർദശി പരസക്തി, പൗർണമി അഭീഷ്ടസിദ്ധി, അമാവാസി കുടലാത്വം. ഇതാണ് വിവിധ തിഥികളിൽ ഋതുവായാലുള്ള പ്രഥമ ഋതുവായാലുള്ള ഫലങ്ങൾ. തിഥിദോഷങ്ങൾ പരിഹരിക്കുന്നതിന് തിഥി ദേവതകളെ പൂജിക്കുകയും ആ ദേവതകളെ കലശത്തിൽ ആവാഹിച്ച് മന്ത്രപൂരിതമാക്കി അതുകൊണ്ട് പെൺകുട്ടിയെ അഭിഷേകം ചെയ്യിക്കുകയുമാണ് വേണ്ടത്. ഇനി ഒരു കുഞ്ഞ് വിവിധ രാശികളിൽ ഋതുവായാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ച് അന്നത്തെ ഉദയലഗ്നം വെച്ചിട്ടുള്ള ഫലങ്ങൾ. ഇത് പലപ്പോഴും പോസിബിളായിട്ട് വരാറില്ല. കാരണം ഒരു കുഞ്ഞ് അത് ആ ടൈം നോട്ടീസ് ചെയ്യാറില്ല. കാരണം ആ കുട്ടി ഋതുവായി കുറേ കഴിഞ്ഞ് ആരെങ്കിലും കാണുമ്പോഴോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇത് അറിയുന്നത്. അപ്പോൾ ഈ ശരിക്ക് ആയ സമയം നമുക്ക് അറിയാൻ സാധിക്കണം എന്നില്ല. ഇനി അഥവാ അങ്ങനെ അറിയാമെങ്കിലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് വിവിധ രാശികളിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഫലത്തെ ഞാൻ പറയുന്നത്. മേടം രാശിയിലാണെങ്കിൽ ദാരിദ്ര്യം വ്യഭിചാരം, ഇടവം പാതിപത്യം നാൽക്കാലി ലാഭം, മിഥുനം ഭോഗ താൽപ്പര്യം സമ്പത്ത്, കർക്കിടകം വ്യഭിചാരം, ചിങ്ങം പുത്രലാഭം, കന്നി സ്ത്രീ സന്താനലബ്ധി ഐശ്വര്യം, തുലാം സാമർഥ്യം, വൃശ്ചികം പരഭാര്യത്വം കുടലാത്വം, ധനു വൈധവ്യം, മകരം പ്രിയ വാക്കുകൾ, കുംഭം കുലദോഷം, മീനം സമ്പത്ത് എന്നിവയാണ് വിവിധ രാശികളിൽ ഋതുവായാലുള്ള ഫലങ്ങൾ. ഇവിടെയും പരിഹാരം പറയുന്നത് രാശിനാഥനായ ഗ്രഹത്തെ പൂജിക്കുക, അല്ലെങ്കിൽ ആ ഗ്രഹത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ദേവതയെ പൂജിക്കുക എന്നുള്ളതാണ് ഇവിടെയും. അതിനെയും ആ ദേവതയെ ആവാഹിച്ച് കലശത്തിൽ ആവാഹിച്ച് കുഞ്ഞിനെ അഭിഷേകം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെയെല്ലാം കോമൺ ആയിട്ട് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് മോശമായ ആഴ്ചയിലായാലും നക്ഷത്രത്തിലായാലും തിഥിയിലായാലും അല്ലെങ്കിൽ രാശിയിലാണെങ്കിലും ഒക്കെ ആ ഗ്രഹത്തെ ആവാഹിക്കുകയോ ഇല്ലെങ്കിൽ ആ ദേവതാ സങ്കല്പത്തെ ആവാഹിച്ച്
മന്ത്രപൂരിതമാക്കിയ ജലം കൊണ്ട് പെൺകുട്ടിയെ അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യകരമായ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ നമ്മളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ കുഞ്ഞിനെയും കൊണ്ട് പോയി ദർശനം നടത്തി നമ്മളുടെ കഴിവിനൊത്ത വഴിപാടുകൾ ചെയ്യുക. അതായത് ഒരു ഉടയാട, മാല, നേദ്യം, നെയ്വിളക്ക് ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്ത് കുഞ്ഞിനെ തൊഴിയിപ്പിച്ച് കൊണ്ടുപോരുക. പ്രസിദ്ധമായ തൃപ്പൂത്ത് എന്ന പ്രതിഭാസം നടക്കുന്ന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭഗവാൻ ശിവൻ്റെയും പാർവതിയുടെയും പ്രതിഷ്ഠയാണ്. അവിടെ ദേവി പാർവതിയായും ഭുവനേശ്വരിയായും ഒക്കെ ആരാധിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മുൻപ് പറഞ്ഞ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനും മംഗല്യസിദ്ധിക്കും ഐശ്വര്യത്തിനുമൊക്കെ ഇവിടെ ദർശനം നടത്തുന്നത് അതിവിശിഷ്ടമാണ്. ഋതുമതിയായി 7-ാം ദിവസം കുളിയും ശുദ്ധവൃത്തിയും ഒക്കെ നടത്തിക്കഴിഞ്ഞ് തിരണ്ട് കല്യാണമൊക്കെ നടത്തി അടുത്ത ആർത്തവം വരുന്നതിന് മുൻപായി കുട്ടിയെ കൊണ്ട് ഈ ക്ഷേത്രത്തിൽ തൊഴിയിപ്പിക്കുന്നത് അത്യുത്തമമാണ്. അന്നേ ദിവസം കുട്ടിയെയും കൊണ്ട് ഒരു മഞ്ഞൾപ്പറ, മുല്ലപ്പൂമാല, നെയ്വിളക്ക്, ഒരു ഉടയാട ഇവയൊക്കെ ദേവിയുടെ നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വഴി ഇങ്ങനെയുള്ള ദോഷങ്ങൾ നല്ല രീതിയിൽ പരിഹാരം ആകുന്നതാണ്. നമ്മുടെ പെൺകുട്ടിയുടെ നല്ല ഭാവിക്കായി, നല്ല ജീവിതത്തിനായി ഇങ്ങനെയൊക്കെ വരുന്ന ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്ത് അവരുടെ നല്ല ഭാവിക്കും ഉത്തമ ജീവിതത്തിനും അവരെ അംഗീകരിക്കുന്ന, ആശീർവദിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ നമുക്ക് വീണ്ടും പിന്തുടരാവുന്നതാണ്. ഹരേ കൃഷ്ണ.